ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി മെയിൻലി ചിൽഡ്രൻ, കുട്ടികൾ. ഹായ് ചാക്ക്. ചാക്കോച്ച, ബോബൻ വന്നിട്ടുണ്ട്. ബോബൻ. ഞാൻ എപ്പോഴും ലാലേട്ട ഞാൻ എപ്പോഴും ചാക്കോച്ച. ഗുഡ് മോർണിംഗ്. ലാലേട്ട ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മമ്മൂക്ക ഗുഡ് ഈവനിങ്. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? ഇല്ല ഇല്ല, ഞാൻ നാട്ടില് കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ അവിടെ മകനെ, നമ്മളെ പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ പ്രകാശ് ഇന്നലെ പോപ്പുലറായി, 1 മില്യൺ മുകളിലായി കഴിഞ്ഞു വ്യൂവർഷിപ്പ്. പ്രകാശ് അതിനെ സംബന്ധിച്ച് യു എസിലാണോ കാണുന്നത് പടം? പിന്നെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. ഇത് രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 അപ്പൊ നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട് കാണാൻ. ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമ, എന്താണ് അവര് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ മറ്റ് പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം നമുക്ക് എവിടെ കാണുന്നേ? ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ് നോ ദുബായ്? ഇല്ല ഇല്ല ഇല്ല, എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. മലയാളികൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ. അയ്യോ, കേരളത്തിലാരും കാണുന്നില്ല. ഒരാൾ ദുബായില്, ഒരാൾ അമേരിക്കയില്, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. അല്ല, കുഞ്ചാവ് എന്റെ കൂടെ വരുന്നത് ഇങ്ങനെ എന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിനെ പറയുന്നത്. ഞാൻ വേറെ കുറച്ച് പരിപാടി, നാളെ ഹോളിഡേ ഇല്ലേ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. നാളെ ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഒരു തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും കഴിച്ചോളൂ അല്ലേ? ഞാനോ? ഇല്ല ഇല്ല, കഴിച്ചിട്ടില്ല. അല്ലല്ല, ഇത് നമ്മുടെ സിനിമ തമിഴിലും എല്ലാം റിലീസ് ഉണ്ടോ? തമിഴ്, തെലുങ്ക് ഭാഷ നമ്മൾ അടുത്ത വീക്കിലേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം മലയാളം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണ്, അസർബൈജാൻ അല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഏതൊരു സ്ഥലത്ത് ഒരു തിയേറ്റർ കളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടാസൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടത്തെ തിയേറ്റർ കളിക്കുന്നു. മലയാളികളുണ്ടായിരിക്കും. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു, എല്ലാം സെൻസറായി വരാൻ. കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം കണ്ടിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് കാണാൻ ഒരു സമയം കൊടുക്കും. ഞാനിവിടെ അതിന്റെ ട്രെയിലർ കണ്ടു പല ഭാഷയില്. തെലുങ്ക് നേരത്തെ ഇറങ്ങിയാണ്. ട്രെയിലറിൽ നേരത്തെ ഇറങ്ങി. ഈ കൂടെ ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്റെ അറിവിൽ ഒരാഴ്ച കൂടെ സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാ ലാംഗ്വേജിലും വേണം. കാര്യം ഒരുപാട് പേർക്ക് ഇത് കാണാനായിട്ട് ആഗ്രഹിച്ചു. എല്ലാരും പറയുന്നുണ്ട്. പലരും ഇത് സബ് ടൈറ്റിലോടുകൂടി കാണുന്നവരായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. മഹേഷ് നാരായണനെ ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ, എല്ലാരും ഭയങ്കര. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ വലിയ കാര്യമല്ലേ. പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ, അതൊക്കെ മേലെ. അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വലിയ സിനിമയില് തുടങ്ങുമ്പോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോ ഇത് ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ അതിന് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായി ഇതൊരു രണ്ടു മൂന്ന് എഫർട്ട് ഉണ്ട്. നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് ഒരു പുതിയ കാലം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടെയാണിത്. ഇല്ലാത്ത സിനിമ എടുക്കാൻ വേണമെങ്കിൽ അതല്ല, പക്ഷെ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ കാലം, ഒരു പുതിയ മുഖം, പുതിയ ചക്രവാളങ്ങൾ. എനിക്കത് അത്രയും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് എവിടെയൊക്കെയാ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നല്ലേ? ഷാർജ, അസർബൈജാൻ. അതെ, അസർബൈജാനിലൊക്കെ നല്ല കൊടും തണുപ്പായിരുന്നു. UK, ശ്രീലങ്ക നിങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ട്.
നമ്മളെ അതിന്റെ സൈഡ് വരെ കൊണ്ടുപോയി, മറ്റൊരുത്തൊക്കെ നിങ്ങൾ പോയി. പിന്നെ ഏ, ഈ ഞാൻ രാജ്യങ്ങളെല്ലാം നമ്മൾ ഞാൻ എറണാകുളത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? ഇത് അതെ. ആവർത്തിച്ച് പറയുന്നുണ്ടേ. പക്ഷെ ഏ അത് എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഇല്ല രീതിയിലാണല്ലോ നമ്മള് മഹേഷും അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അവര് പറയപ്പോ എല്ലാം അവിടെ എടുക്കാന്ന് പറയും കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ശരിക്കും പോയിട്ടുണ്ട് കേട്ടോ, യുകെയിലും ഒക്കെ. ദുബായ് ഫൈറ്റ് സീക്വൻസ് നമ്മൾ രണ്ടെണ്ണം കണ്ടു, ലാലും കണ്ടു, ഞാൻ കണ്ടു. അതെ. അന്നേരം ഞാൻ ഇവിടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഇപ്പൊ വളരെ രസകരമായിരുന്നു. കാർ സീൻസ് സ്പെഷ്യലി നല്ല കൺവിൻസ്. ഇപ്പൊ പറയാം, ഞാൻ ഞാൻ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ആക്ഷൻ ഇസ് വെരി ഗുഡ്, എക്സലന്റ്. അതെ 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 പക്ഷെ ലാലും മറ്റേ ആ ഹോസ്പിറ്റൽ എത്ര നേരം എടുത്തു മറ്റേ ലിഫ്റ്റ് ലിഫ്റ്റിനകത്തുള്ള ഫൈറ്റ് ഒക്കെ നല്ലതാ. നിങ്ങളുടെ ക്ലൈമാക്സ് ഇവിടെ അതൊക്കെ കഥ ചാടി. ഫുള്ളായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാം. അതെ. നമുക്ക് പക്ഷേ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ വന്നു പോകുന്ന അപ്പുറത്തേക്ക്. ഏതൊരു എനിക്കത് സീരിയല് മമ്മൂട്ടിക്ക് എല്ലാം കണ്ടു, മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. ഞാൻ ഡബ് ചെയ്യുമ്പോ എന്റെ പോർഷൻ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ ഉള്ളത് കൊണ്ട് കാണുന്ന, ഈ സ്ഥലത്തൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് കാണുന്ന. നമ്മള് ഫഹദ് നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, ഫഹദിനെ മിസ്സിങ്. അവനില്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റില്ല, പാടാ. എവിടെ അത് വരുന്നുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ കുറെ സെന്ററുകളിലുണ്ട് എല്ലായിടത്തും, രോഗവ്യാപകമായി. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ശരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ ഒരു പ്രേക്ഷകന്റെ പ്രതിനിധി മാത്രമാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താണ് പറയാനുള്ളത് ശരി, പ്രേക്ഷകരോട് ചോദിക്കൂ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പറയാം. പുള്ളിയോട് ആദ്യം ചോദിക്കും, നല്ല ഫ്രഷ് താഴെ ആയിട്ടിരിക്കും. താഴെ ഉച്ചക്ക് താഴെ മമ്മൂട്ടിക്ക് ആരെങ്കിലും കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയോട്? ഞാൻ കമന്റുകളൊന്നും കാണുന്നില്ല. ആ, ശരിയാണല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് അവരോട് ഇപ്പൊ കുഞ്ചാക്കോ മുത്തേന്ന് ആരോട് ചോദിക്കുന്നുണ്ടല്ലോ. ഒരു ഹായ് മാത്രം കാണുന്നുണ്ട് ഞാൻ, വേറൊന്നും അതല്ലാതെയൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. ആണോ? ക്ലൈമാക്സ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ല ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈ ഒക്കെ ശരി, വരുന്നില്ല. ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. സാധാരണ നമ്മൾ ഇൻസ്റ്റാ ലൈവ് വരുമ്പോ ലാലേട്ടനോട് ആൾക്കാരുടെ എന്താ പറയുന്നുണ്ട്. കമന്റ്സും ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പം അത് അവര് നമ്മൾ ഹൈ, അങ്ങോട്ട് അവരുമായിട്ട് മൈ നെയിം ഈസ് സംസാരിക്കും. ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ എനിക്ക് ഒരു ഹൈ മമ്മൂട്ടിന്റെ ഇടയിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. മറ്റേ ഇത് നമ്മൾ അതെ അതെ അതെ. ലാലേട്ടൻ ഒരു ഹൈ തരുമെന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കും. ഹായ് ഹായ് ഹൈ ഹായ് ഹൈ ഹായ്. ഹൈ ഹൈ ഹൈ. എന്താ ബോബിനെ ചാക്കോച്ചന് ചോദിക്കാനുള്ള? ചാക്കോച്ചൻ ആദ്യം വന്നു, അത് വീണ്ടും തിരുത്തി. ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ട അപ്പൊ? ചാക്കോച്ചൻ വിളിച്ചു, അല്ല എന്താ ബോബനെന്ന് വിളിക്കുന്നത് വിളിച്ച ശരിക്കും? കുഴപ്പമില്ല. ലാലേട്ടൻ ഞാൻ ബോബൻ ചാക്കോച്ചാന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ ചാക്കോച്ചാന്ന് വിളിക്കാണി. ശരി, ഞാൻ എപ്പോഴും ഓക്കെ. നേരെ പെട്ടെന്ന് ബോബൻ എന്ന് വിളിക്കാറ്. അതെ അതെ അതെ. പണ്ട് വലിയ പിന്നെ അങ്ങനെ അതല്ലേ പേര്. ബോബൻ അല്ല, ഇത് കുഞ്ചാക്കോ ബോബൻ രണ്ടുപേരും കൂടെ ഇട്ട് അപ്പന്റെ അപ്പൂപ്പന്റെ പേരാ. പുള്ളിക്കൊരു പേരില്ല. ഈ പുള്ളിക്കൊരു പേരില്ല. എനിക്ക് ഡിക്ക് ഒരു പേരിട്ട് തന്നിട്ടുണ്ട്, ചാക്കോ മാഷ്. ശരി, അപ്പൊ ചാക്കോച്ചന് എന്താ ചോദിക്കാനുള്ള മമ്മൂട്ടിക്ക് അടുത്ത്? അതെ, അല്ല, ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് നോക്കിയിട്ട് മമ്മൂക്ക പറയണമെന്നുള്ളതായിരുന്നു. അത് പറഞ്ഞ വിട്ടേക്ക്. ചോദിച്ചോളൂ. ചോദിക്കും. ഇടക്കിടക്ക് ഹൈ കൊടുക്കും, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനോ? ഹലോ 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 ഹലോ. പ്രേക്ഷകനായിട്ട് ഞാൻ ചോദിക്കണോ? എങ്ങനെ വേണം ചോദിക്കാം. ഓക്കെ. ഇതിൽ ആരാണ് ശരിക്കും ഹീറോ? ചാക്കോച്ചനോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ചാക്കോച്ചനാണ് ഹീറോ. പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. ഡ്രൈവിംഗ്, റേസിംഗ്, എന്തെല്ലാം പരിപാടികളാണ്. അല്ലേ ലാലെ? നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെന്തറിയാ, ഇതിൽ എല്ലാവരും ഹീറോകൾ തന്നെയാണ്, എല്ലാവരും വില്ലന്മാര് തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാവരും എനിക്ക് ഹീറോകൾ തോന്നുന്നത് തന്നെയാണ്. ശരിക്കും ഈ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, അവര് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു സിനിമ, നിങ്ങളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ജെൻസി ജനറേഷൻ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്. അപ്പം ജെൻസി കഴിഞ്ഞിട്ട് വേറെ അടുത്തത് വന്നില്ലേ? ആൽഫയോ? ജൻ ആൽഫ. എന്നാ പിന്നെ അവരും
എനിക്കൊന്ന് അവർക്കും കൂടെ ജീവിക്കാൻ കേറ്റർ ചെയ്യുന്ന ഒരു വിഷയവും കൂടെയാണ് നമ്മള് അല്ല ഇന്നത്തെ അവർക്ക് സിനിമയില്. അവരിപ്പോ ഓൾറെഡി ഇപ്പൊ ജനിക്കുമ്പോഴേ ഇതുമായിട്ടല്ലേ വരുന്നേ ഓരോരുത്തർ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും അതുമായിട്ടാണല്ലോ നോക്കുന്നത്. അത് കൈ കൊടുത്തില്ലേ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. അതെ അപ്പോ അതല്ല, അവര് ഒരുപാട് സിനിമകള് നമ്മളെ പിന്നെ ചില റീലുകളും അല്ലെങ്കിൽ വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് ആദ്യമായിട്ടായിരിക്കും. ആയിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഏജിലുള്ള കുട്ടികൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. പിന്നെ അതിന്റെ കുറച്ചുകൂടെ ഒരു ചിലപ്പോ കണ്ടന്റ് കുറച്ചുകൂടെ വൈസും ഇത് ശരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആണ്. ആ സിനിമ കാണുമ്പോഴേ നമ്മളെല്ലാരും ഫാമിലി മനസ്സിലാവുള്ളൂ. എല്ലാരും ആ എല്ലാരും ഉണ്ടല്ലോ. ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കഥ കൂടാണ് ഇതിന്റെ പുറകിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. എല്ലാ ജനറേഷനും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഹലോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇനിയിപ്പോ ആളുകൾ ഹലോ സിനിമ കാണട്ടല്ലേ. ഹലോ കേക്കാവോ? നല്ല ഓഫായി പോയി. കേൾക്കാമോ? കേക്കാം, എനിക്ക് കേക്കാം. ഞാൻ കേമേ കേൾക്കാം കേൾക്കാം ഞാല് കേക്കാവോ? കുറച്ച് ബ്ലർ ആയിട്ടുണ്ട് ഇമേജ്. നടക്കുന്ന കട്ടായി വൈഫൈ കിട്ടിയോ? ഓക്കെ, കേക്കാവോ? അറിയില്ല, കേക്കാവോ? വൈഫൈ എന്തോ കട്ടായി. പക്ഷെ അത് ബ്ലർ ആയിട്ടുണ്ട്. ഐ ക്യാൻ ഹിയർ യു. നമുക്ക് കേൾക്കാം. ബ്ലർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇനി എന്നാ ആളുകൾ സിനിമ കാണട്ടെ. ഹലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഹലോ തീർച്ചയായിട്ടും കേക്കാവോ? കേൾക്കാം. പുള്ളിക്ക് ഇടയ്ക്കൊന്ന് കട്ടായി. ലാലേട്ടന് കേൾക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കേക്കാവോ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ശരി. ആ ആ വൈഫൈ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ദൂരെയാണ്? അതെ, വൈഫിനെ പിടിച്ച് അടുത്തിരുത്ത്. വൈഫൈ പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറയാ അവർക്ക് കൂടെ വേണ്ടിയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ ഡേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് പറയായിരുന്നു. അതെ, അവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ. എല്ലാവരും കണ്ടിട്ട് വിവരം അറിയിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും സിനിമ നാളെ കാണുക. പറഞ്ഞു നോക്കൂ, എല്ലാവരും ഓരോരോ ഭാഗത്തുനിന്ന്. പിന്നെ അപ്പൊ സെറ്റായി. എല്ലാവരും നാളെ തീർച്ചയായിട്ടും മുതൽ അതൊരു തിയേറ്ററുകളിൽ ചെന്ന് കാണുക. ഞങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമയാണെങ്കിൽ അത് എല്ലാവരിലേക്കും അത് ആ ഒരു നല്ല വാർത്ത സ്പ്രെഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്തോഷം കാരണം നമുക്ക് നമ്മുടെ ഉറങ്ങാൻ പറ്റാത്ത അതിന്റെ ഒരു ഒരു ദിവസങ്ങളും ആവട്ടെ. ഇതിനെയൊക്കെ കാണുമ്പോഴേ ഇതിന് വളരെ ഒരുപാട് പേർക്ക് ആ സിനിമ കാണാൻ ഒരു താല്പര്യമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രോമിസിംഗ് ആണ് ബുക്കിംഗ്. അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പൊ അവര് കാണട്ടെ, കണ്ടിട്ട് പറയട്ടെ അല്ലേ? അങ്ങനെയാണല്ലോ ആ സിനിമയുടെ കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് അത് ആ സിനിമയുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു അഭിപ്രായമായി മാറട്ടെ. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, എല്ലായിടത്തും ആ സിനിമ ഒരു ചർച്ചാ വിഷയമായി മാറട്ടെ. പിന്നെ അതിന്റെ പേര് തന്നെ അങ്ങനല്ലേ, പേട്രിയോട്ട് എന്നല്ലേ? അതൊരു ഭയങ്കര പേരല്ലേ? വലിയൊരു വികാരമാണ്. അതെ അതെ. അതെ. അപ്പൊ ആ രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ലതാവട്ടെ. താങ്ക് യു എല്ലാവർക്കും. അല്ല, അപ്പൊ കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കണ്ടപ്പോ കുറച്ചുകൂടെ സംസാരിക്കാൻ തോന്നുന്നു. അല്ലാതെ കാണുമ്പോ നിങ്ങളൊക്കെ ഓടിക്കളയില്ലേ? ഇതിപ്പോ എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവിധ സ്നേഹം, പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രേക്ഷകരോടും അതേ വികാരം നല്ലൊരു സിനിമയായി മാറാൻ നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം ഉണ്ടാകട്ടെ. സിനിമ ഇൻഡസ്ട്രിയുടെ വീല് കറങ്ങണമെങ്കിൽ ഇത്തരം സിനിമകൾ ഉണ്ടാകണം. ആ സിനിമ മുന്നോട്ട് പോകണം. എല്ലാ സിനിമകളും ഓടണം. അങ്ങനെയാണല്ലോ. എല്ലാ സിനിമകളും എല്ലാ സിനിമകളും ഓടുന്നതിന്റെ കൂടെ ഇത് നന്നായിട്ട് ഓടണം. അത് നമ്മുടെ ഒരു ദുരാഗ്രഹം. അപ്പൊ ചാക്കോച്ചന്, ഞാൻ പ്രേക്ഷകന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ചാക്കോച്ചൻ എന്താണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഇടിച്ചു ഊത്തി കയറി കണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ സിനിമ ഇന്ന് തന്നെ എനിക്ക് നേരത്തെ കാണാൻ പറ്റും ഈ സിനിമ. ഇല്ല, ഞാൻ രാത്രി കാണും, നിങ്ങൾ പകല് കാണും. അതെ, സമയം എല്ലാം ഒന്നായിരിക്കും, പക്ഷെ രാപകൽ മാറും. അതെ, നിങ്ങൾ പകല് കാണും, ഞാൻ രാത്രിയിൽ കാണും. അപ്പൊ നമുക്ക് സിനിമ കണ്ടിട്ട് പിടിക്കാം. അല്ല, അതിന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടും ഒരുപോലെ ആയിരിക്കത്തില്ലേ കാണുന്നത്? രാത്രിയും പകലും അല്ല, രാത്രി ഒരേ സമയമായിരിക്കും, പക്ഷെ രാപകൽ വ്യത്യാസം. അല്ല, സിനിമയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, കഥയിലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നല്ല ദിവസമായി മാറട്ടെ, നല്ല ഈവനിങ് ആയി മാറട്ടെ. വളരെ സന്തോഷകരമായിട്ട് നല്ല വാർത്തയുമായിട്ട് നാളെ
നമ്മൾ നാളെ ഉണ്ടാകട്ടെ. നാളെ നാളെ അപ്പൊ ഞാനും നാളെ വീണ്ടും കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും കാണുന്നവരെ നമസ്കാരം. താങ്ക് യു ഓൾ. ഓക്കെ മോനെ, ബൈ. ഗുഡ് മോർണിംഗ് ബൈ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഓക്കെ, ഗുഡ് ഗുഡ് ഡേ. നൈറ്റ്.